എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും മനുഷ്യവിഭവത്തെക്കുറിച്ചുമെല്ലാം പഠിച്ചുവല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. പാഠത്തിന്റെ പേര് വിവിധ മേഖലകളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്. നിങ്ങൾ ചുറ്റും നോക്കൂ, പലതരം ജോലികൾ ചെയ്യുന്ന ആളുകൾ കാണുന്നില്ലേ? ചിലർ കൃഷി ചെയ്യുന്നു, ചിലർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു, ചിലർ കടകളിൽ സാധനങ്ങൾ വിൽക്കുന്നു, ചിലർ ബസ് ഓടിക്കുന്നു. എന്തിനാണിവർ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്? അതെ, വരുമാനം നേടാൻ. അതുകൊണ്ടുതന്നെ വരുമാനം ലഭിക്കുന്ന ഈ ജോലികളെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്, അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് പ്രധാനമായും 3 മേഖലകളായി തിരിക്കാം. 1. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. 2. ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. 3. തൃതീയ മേഖല, ടേഷ്യറി സെക്ടർ. നമുക്കിവ ഓരോന്നിനെപ്പറ്റിയും വിശദമായി പഠിക്കാം. റെഡിയല്ലേ? ആദ്യം പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? കൃഷി തന്നെ. കൃഷിയിൽ നമ്മൾ ഭൂമിയും വെള്ളവും പോലുള്ള പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ടിതിനെ കാർഷിക മേഖല എന്നും വിളിക്കാറുണ്ട്. കൃഷി മാത്രമല്ല, മത്സ്യബന്ധനം, മൃഗപരിപാലനം, ഖനനം അഥവാ മൈനിംഗ് എന്നിവയെല്ലാം പ്രാഥമിക മേഖലയിൽ വരും. മത്സ്യബന്ധനത്തിൽ നമ്മൾ കടലിലെ മത്സ്യം എന്ന പ്രകൃതി വിഭവത്തെ നേരിട്ട് ഉപയോഗിക്കുന്നു. ഖനനത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ധാതുക്കൾ കുഴിച്ചെടുക്കുന്നു. അപ്പോൾ പ്രാഥമിക മേഖല എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ മേഖല, ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ വരുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. ഈ പരുത്തി ഉപയോഗിച്ച് നൂലുണ്ടാക്കി ആ നൂലുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്നത് ദ്വിതീയ മേഖലയിലാണ്. അതുപോലെ കരിമ്പ് കൃഷി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. ആ കരിമ്പ് ഉപയോഗിച്ച് പഞ്ചസാര ഉണ്ടാക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. മനസ്സിലായോ? വ്യവസായങ്ങൾക്കാണ് ഈ മേഖലയിൽ പ്രാധാന്യം. അതുകൊണ്ടിതിനെ വ്യാവസായിക മേഖല എന്നും വിളിക്കാറുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇടമാണ് ദ്വിതീയ മേഖല. ഇനി മൂന്നാമത്തെ മേഖല, തൃതീയ മേഖല. ഈ മേഖല ഉൽപ്പന്നങ്ങൾ ഒന്നും നിർമ്മിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ മേഖല ചെയ്യുന്നത്? ഇത് പ്രാഥമിക മേഖലയെയും ദ്വിതീയ മേഖലയെയും സഹായിക്കുന്ന സേവനങ്ങൾ നൽകുന്നു. അതുകൊണ്ടിതിനെ സേവന മേഖല എന്നും വിളിക്കാറുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിൽ കർഷകൻ നെല്ലുൽപ്പാദിപ്പിച്ചു. ദ്വിതീയ മേഖലയിലെ മില്ലിൽ ആ നെല്ല് അരിയാക്കി മാറ്റി. ഈ അരി കടകളിൽ എത്തിക്കണ്ടേ? അതിന് ഗതാഗത സൗകര്യം വേണം, അല്ലേ? അതുപോലെ ഈ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ഗോഡൌണുകൾ വേണം. ഈ ഇടപാടുകൾക്കെല്ലാം പണം ആവശ്യമാണ്. അതിന് ബാങ്കുകൾ വേണം. ഇങ്ങനെയുള്ള ഗതാഗതം, സംഭരണം, ബാങ്കിംഗ്, വാർത്താവിനിമയം, വ്യാപാരം എന്നിവയെല്ലാമാണ് തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ. ഇവ കൂടാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഹോട്ടലുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയെല്ലാം സേവന മേഖലയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഈ 3 മേഖലകളും ചേർന്നതാണ്. ഈ 3 മേഖലകളും ഒറ്റക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്റർഡിപ്പെൻഡന്റ് ആണ്. ഒരു ഉദാഹരണം നോക്കാം. കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകന് കൂടുതൽ ഉൽപ്പാദനം നടത്തണം. അതിനയാൾക്ക് ദ്വിതീയ മേഖലയിൽ നിന്ന് സഹായം വേണം. എന്ത് സഹായമാണ് വേണ്ടത്? ട്രാക്ടർ പോലുള്ള യന്ത്രങ്ങൾ വേണം, വളം വേണം. ഇതെല്ലാം ദ്വിതീയ മേഖലയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇനി തൃതീയ മേഖലയിൽ നിന്നുള്ള സഹായമോ? കൃഷി ചെയ്യാൻ പണം വേണം. അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഉണ്ടാക്കിയ കരിമ്പ് ഫാക്ടറിയിൽ എത്തിക്കാൻ ഗതാഗത സൗകര്യം വേണം. അപ്പോൾ കണ്ടില്ലേ, പ്രാഥമിക മേഖലയിലെ ഒരു പ്രവർത്തനം മെച്ചപ്പെടാൻ മറ്റു 2 മേഖലകളുടെയും സഹായം വേണം. ഇങ്ങനെയാണ് ഈ മേഖലകൾ പരസ്പരം സഹായിക്കുന്നത്. ഇനി നമുക്കൊരു രാജ്യത്തിന്റെ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. നമ്മൾ വീടുകളിലെ വാർഷിക വരുമാനം കണക്കാക്കാറില്ലേ? ശമ്പളം, മറ്റു വരുമാനങ്ങൾ, നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ എന്നിവയെല്ലാം കൂട്ടിയിട്ടാണ് അത് കണക്കാക്കുന്നത്. അതുപോലെ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രമേ എടുക്കുകയുള്ളൂ. എന്താണ് ഈ അന്തിമ ഉൽപ്പന്നം? നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അന്തിമ ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഇടക്കാല ഉൽപ്പന്നങ്ങൾ അഥവാ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കാൻ മൈദയും പഞ്ചസാരയും ഉപയോഗിക്കുന്നു. നമ്മൾ വാങ്ങുന്നത് കേക്കാണ്. അതുകൊണ്ട് കേക്ക് ഒരു അന്തിമ ഉൽപ്പന്നമാണ്.
എന്നാൽ ആ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മൈദയും പഞ്ചസാരയും ഇടക്കാല ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ കേക്കിന്റെ വില മാത്രം ദേശീയ വരുമാനത്തിൽ കൂട്ടിയാൽ മതി. മൈദയുടെയും പഞ്ചസാരയുടെയും വില കൂടി കൂട്ടിയാൽ അത് 2 തവണ കൂട്ടുന്നതിന് തുല്യമാകും. ഇതിനെ ഇരട്ട ഗണന എന്ന് പറയും. അതൊഴിവാക്കാനാണ് അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രം എടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? അതിന് പല പ്രാധാന്യങ്ങളുമുണ്ട്. 1. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ സാധിക്കും. 2. ഓരോ മേഖലയുടെയും സംഭാവന എത്രയാണെന്നറിയാം. 3. സർക്കാരിന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇത് സഹായിക്കും. 4. മറ്റു രാജ്യങ്ങളുമായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാം. 5. ആളുകളുടെ ഉപഭോഗം, നിക്ഷേപം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ദേശീയ വരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ് എന്ന് പറയാം. ഈ ദേശീയ വരുമാനം കണക്കാക്കാൻ പ്രധാനമായും 3 രീതികളുണ്ട്. 1. ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്. 2. വരുമാന രീതി, ഇൻകം മെത്തേഡ്. 3. ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമുക്ക് ഈ 3 രീതികളും എന്താണെന്ന് നോക്കാം. ആദ്യം ഉൽപ്പന്ന രീതി. ഈ രീതിയിൽ ഒരു വർഷം രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കൂട്ടിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇതുവഴി ഓരോ മേഖലയും എത്രമാത്രം സംഭാവന ചെയ്തുവെന്ന് കൃത്യമായി അറിയാൻ പറ്റും. അടുത്തത് വരുമാന രീതി. ഉൽപ്പാദനത്തിന് 4 ഘടകങ്ങൾ വേണമെന്ന് നമ്മൾ പഠിച്ചല്ലോ: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ്? പാട്ടം, കൂലി, പലിശ, ലാഭം. ഈ 4 പ്രതിഫലങ്ങളുടെയും ആകെ തുകയാണ് വരുമാന രീതി പ്രകാരമുള്ള ദേശീയ വരുമാനം. അതായത് NI = R+W+A+P. ഇനി മൂന്നാമത്തെ രീതി, ചെലവ് രീതി. ഈ രീതിയിൽ ഒരു വർഷം രാജ്യത്തെ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ചെലവാക്കിയ ആകെ തുക കൂട്ടിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇതിൽ ഉപഭോഗത്തിനുള്ള ചെലവ്, നിക്ഷേപത്തിനുള്ള ചെലവ്, സർക്കാർ ചെലവ്, പിന്നെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസവും ഉൾപ്പെടും. ഈ 3 രീതികളിൽ ഏതുപയോഗിച്ചു കണക്കാക്കിയാലും ഒരേ ഉത്തരമാണ് കിട്ടേണ്ടത്. രസകരമല്ലേ? ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങൾ പഠിക്കാം. അതിലൊന്നാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് GDP? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണിത്. ഇവിടെ ആഭ്യന്തര അതിർത്തി എന്നത് പ്രധാനമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരന്റെ വരുമാനം ഇന്ത്യയുടെ GDPയിൽ വരില്ല. എന്നാൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു വിദേശിയുടെ വരുമാനം ഇന്ത്യയുടെ GDPയിൽ വരും. അടുത്തത് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇത് GDPയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. GNP കണക്കാക്കുമ്പോൾ നമ്മൾ ഒരു രാജ്യത്തെ പൗരന്മാർ, അതായത് റെസിഡൻസ്, എവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് നോക്കും. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ വരുമാനം GNPയിൽ കൂട്ടും. എന്നാൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ വരുമാനം ഒഴിവാക്കും. ലളിതമായി പറഞ്ഞാൽ GNP = GDP പ്ലസ് വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം. ഇനി ഒരു പുതിയ വാക്ക്, തേയ്മാനം, അതായത് ഡിപ്രിഷിയേഷൻ. നമ്മൾ ഒരു യന്ത്രം വാങ്ങിയാൽ ഉപയോഗിക്കുന്തോറും അതിന്റെ കാര്യക്ഷമത കുറയില്ലേ? അതിന് കേടുപാടുകൾ സംഭവിക്കും. ഈ മൂല്യത്തകർച്ചയാണ് തേയ്മാനമെന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ തേയ്മാന ചെലവ് കുറയ്ക്കണം. GNPയിൽ നിന്ന് ഈ തേയ്മാന ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് NNP, അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇതാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വരുമാനമായി കണക്കാക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. പെർ ക്യാപിറ്റ ഇൻകം = നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഇന്ത്യയിലെ ഓരോ മേഖലയുടെയും സംഭാവന എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏതു മേഖലയായിരിക്കുമെന്ന് നിങ്ങൾ നനയ്ക്കുന്നു? കൃഷിയാണോ, വ്യവസായമാണോ, അതോ സേവനങ്ങളാണോ? പുസ്തകത്തിലെ ഗ്രാഫ് നോക്കൂ. 1982-83 ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് പ്രാഥമിക മേഖലയായിരുന്നു, അതായത് കാർഷിക മേഖല. എന്നാൽ 2022-23 ആയപ്പോഴേക്കും ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്, അതായത് സേവന മേഖല. ഏകദേശം 55% വരുമാനവും സേവന മേഖലയിൽ നിന്നാണ്. എന്നാൽ കാർഷിക മേഖലയുടെ സംഭാവന 17% കുറഞ്ഞു. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. നമ്മൾ ഒരു കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഒരു സേവന സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏതു മേഖലയിലായിരിക്കും? അവിടെയാണൊരു രസകരമായ കാര്യം.
ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്, അതായത് കൃഷിയിൽ. ഏകദേശം 43% ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ദേശീയ വരുമാനത്തിലേക്കുള്ള അവരുടെ സംഭാവന വളരെ കുറവാണ്. ഇതിനർത്ഥം കൃഷിയിൽ ആവശ്യത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നു എന്നാണ്. സേവനമേഖലയാണ് വരുമാനത്തിൽ മുന്നിലെങ്കിലും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്, ഏകദേശം 32%. ഇനി നമുക്ക് തൊഴിൽ മേഖലയെ രണ്ടായി തിരിക്കാം: സംഘടിത മേഖലയും അസംഘടിത മേഖലയും. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സംഘടിത മേഖലയിൽ വരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരം ജോലി, കൃത്യമായ ശമ്പളം, മറ്റാനുകൂല്യങ്ങൾ, തൊഴിൽ സുരക്ഷ എന്നിവയെല്ലാം ഉണ്ടാകും. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ, ബാങ്ക് ജീവനക്കാർ, വലിയ കമ്പനികളിലെ തൊഴിലാളികൾ എന്നിവരെല്ലാം. എന്നാൽ പ്രത്യേക നിയമങ്ങളോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന തൊഴിലിടങ്ങളാണ് അസംഘടിത മേഖല. ഇവിടെ സ്ഥിരം ജോലിയോ കൃത്യമായ വേതനമോ മറ്റാനുകൂല്യങ്ങളോ ഉണ്ടാകണമെന്നില്ല. തൊഴിൽ സുരക്ഷ വളരെ കുറവായിരിക്കും. ചെറിയ കടകളിലെ ജോലിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, കാർഷിക തൊഴിലാളികൾ എന്നിവരെല്ലാം ഈ മേഖലയിലാണ് വരുന്നത്. ഇന്ത്യയിലെ ഭൂരിഭാഗം തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ നിയമം 2008. അതുപോലെ പുതിയ കാലത്തെ ജോലികളായ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുണ്ട്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ എന്നിവരൊക്കെ ഈ വിഭാഗത്തിൽ വരും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ 3 മേഖലകളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണ്. എല്ലാ മേഖലകളും ഒരുമിച്ചു വളരുമ്പോഴാണ് രാജ്യം പുരോഗതി നേടുന്നത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800060666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.